കൊച്ചിയിൽ ലോഡ്ജുകളിൽ സ്ത്രീകളെ പാർപ്പിച്ച് അനാശാസ്യം നടത്തുന്നവർ പിടിയിലായിരിക്കുകയാണ്. ഇടനിലക്കാരായ ബംഗാൾ സ്വദേശിയും പാലക്കാട് സ്വദേശിയുമാണ് പിടിയിലായത്. രാഗിൻ, എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്? ഈ കൊച്ചിയാണെങ്കിൽ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇടനിലക്കാരിലേക്ക് പോലീസ് എത്തിയത്? ഇത് സംബന്ധിച്ചുള്ള ചില ഇൻഫർമേഷൻ പോലീസിനുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് നടപടി സ്വീകരിച്ചത്. കൊച്ചിയിലെ ഒരു 2 ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സ്ത്രീകളെ എത്തിച്ച് അനാശാസ്യം നടത്തുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. ഇവർ ഇതിന് ഇടനില നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ഒത്താശ ചെയ്തിരുന്നത്. പണസമ്പാദനമായിരുന്നു ഇവരുടെ ലക്ഷ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഏതായാലും ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള പ്രസഞ്ജിത് ഘോഷ്, അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശി സുധീഷ് എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. തുടർന്നാണ് ഈ 2 പേരെയും പോലീസ് ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.